വിശ്വപൗരനായ ശശി തരൂരിനെ അങ്ങനെ ആകെ നാണം കെടുത്താൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കാസർഗോഡ് MP. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് നിലമ്പൂരിൽ ആരുടെയും കല്യാണമല്ല നടന്നത്. അവിടെ നടന്നത് കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ്, ഉപതെരഞ്ഞെടുപ്പാണ് നടന്നത്. അതിന് കോൺഗ്രസ് നേതാക്കളൊക്കെ പങ്കെടുക്കണം, അല്ലാതെ ആരും ക്ഷണിക്കാത്തടുത്ത് ഞാൻ വരുന്നത് എന്തിനാണ് എന്നൊക്കെ തരൂര് പറഞ്ഞു കഴിഞ്ഞാൽ തരൂര് പറയുന്നത് എന്താണ്, കല്യാണത്തിന് വിളിക്കാത്തത് പോലെയുള്ള ഒരു ബന്ധുക്കൾ തമ്മിലുള്ള പോര് പോലെ ആയിപ്പോയി എന്ന പരിഹാസമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചൊരിഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ തരൂരിന്റെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് അയാളുടെ വ്യക്തിസ്നേഹം തന്നെയാണ്. വ്യക്തി അജണ്ട പാലിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നടപ്പിലാക്കുകയാണ് ശശി തരൂർ ചെയ്തതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശിച്ച് വയ്ക്കുകയാണ്. ഈ വിമർശനം കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക എന്ന് പറഞ്ഞാൽ, ആനപ്പുറത്ത് ഇരിക്കുന്ന ഒരാളെ നോക്കി താഴെ ഒരു ചാവാലിപ്പട്ടി കുരയ്ക്കുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ നിലാവിനെ നോക്കി ചാവാലിപ്പട്ടിയൊക്കെ കുരയ്ക്കുമല്ലോ, അതുപോലൊരു അവസ്ഥയാണ്. തരൂരിന്റെ പറയുന്നത് എന്താണ്, അതിന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് എന്താണ്? മുമ്പ് ശരത്ചന്ദ്ര പ്രസാദ് രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ ഉള്ള അടിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, മുണ്ട് വലിച്ചു കീറിയതും ഷർട്ട് വലിച്ചു കീറിയതും ഒക്കെ. അതുപോലെ ഈ തീരെ ലോക്കൽ നേതാക്കളെടുത്ത് പറയുന്നത് പോലെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വയ്ക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇനി VD സതീശന്റെ മൈക്കായി വക്താവായി പറഞ്ഞതാണോ എന്നൊന്നും നമുക്കറിയില്ല. കോൺഗ്രസ്സുകാരാണ്, ഇമാതിരി പല തൊഴുത്തിൽ കുത്തും അതിനകത്തുണ്ടാകും. ശശി തരൂർ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവിനെ നിലമ്പൂരിൽ പ്രസംഗിക്കാൻ പോലും വിളിച്ചില്ല. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം വിദേശ പര്യടനത്തിലായിരുന്നു. അതിനുശേഷം അതായത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നയതന്ത്ര പ്രതിനിധി യാത്രയിൽ അദ്ദേഹം ലീഡ് ചെയ്തിരുന്നു. അദ്ദേഹം തിരിച്ച് നാട്ടിലുള്ള ഉണ്ടായിരുന്നപ്പോഴും പ്രചരണം അവിടെ കൊടുമ്പിരി കൊള്ളുകയാണ്. അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് നേതാക്കൾക്ക് അറിയാം, നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആരും തന്നെ നിലമ്പൂരിലേക്ക് വിളിച്ചില്ല. നിലമ്പൂരിൽ തരൂർ പൊക്കെ എന്ത് ചെയ്യും? തരൂര് പൊക്കഴിഞ്ഞാൽ നിലമ്പൂരിൽ പാർട്ടിയുടെ മാനം കെട്ടുപോകുമെന്നാണ് VD സതീശൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് തരൂർ പറഞ്ഞ മറ്റൊരു വിമർശനം, ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതൊന്നും മനസ്സിലായി കാണില്ല, അതായിരിക്കും ഇങ്ങനെ ചാവാലിപ്പട്ടി കുരയ്ക്കുന്നത് പോലെ കുരച്ച് തുള്ളുന്നത്. തരൂർ പറഞ്ഞത്, താൻ ഈ പര്യടനമൊക്കെ കഴിഞ്ഞു വന്നു, ഒരു സിംഗിൾ മിസ് കോൾ എങ്കിലും നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകാമായിരുന്നു, ഒരുത്തൻ എന്നെ വിളിച്ചിട്ടില്ല. ഇത്രയധികം ഈഗോ ഉണ്ടാകാണ്ട കാരണം എന്താണ്? തന്നെ ഒരാളും പാർട്ടിയുടെ ഹൈക്കമാൻഡിൽ നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, ഒരുത്തനും തന്റെ ഫോണിലേക്ക് ഒരു മിസ് കോൾ പോലും ഒരു നേതാവിന്റെയും വന്നിട്ടില്ല എന്ന് മുതിർന്ന 4 തവണ തിരുവനന്തപുരത്തിന്റെ MP ആയി ഇന്ത്യക്ക് ആകെ അഭിമാനകരമായ നേട്ടം. കൊളംബിയയിൽ പോയി കാര്യങ്ങൾ തിരിച്ചു പറയിച്ചു, പാകിസ്ഥാൻ അനുകൂലമായുള്ള അവരുടെ നിലപാട് തിരിച്ചു. അമേരിക്കയിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ മധ്യസ്ഥത ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് അമേരിക്കയിൽ പോയി കൃത്യം കാര്യം പറഞ്ഞു. അങ്ങനെയുള്ള ഒരു കോൺഗ്രസ് നേതാവിനെയാണ് ഇവിടെ ആരും വിളിക്കാത്തതിന്റെ കാരണം ഒരു കൊതിക്കർവാണ്. ആ നയതന്ത്ര പ്രതിനിധി സംഘത്തിൽ തരൂരിന്റെയോ മനീഷ് തിവാരിയുടെ ഒന്നും പേര് കോൺഗ്രസ്സുകാർ കൊടുത്തിരുന്നില്ല. കോൺഗ്രസ്സുകാർ കൊടുത്തത് ആനന്ദ് ശർമ്മയോ മറ്റു പേരുള്ള ഒരു നേതാവിന്റെയാണ്. ആ നേതാവാണെങ്കിൽ അത്ര പ്രസക്തനുമല്ല. ആ നേതാവിനെ അവർ ഉൾപ്പെടുത്തി, ബാക്കി തരൂരിനെയും മറ്റുള്ള ആളുകളെയും കേന്ദ്രം നേരിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്തു. അതിന് രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ ജയറാം രമേശിനും ഒക്കെ ഒത്തിരി ദേഷ്യം തരൂരിനോടുണ്ട്. ആ ദേഷ്യം KC വേണുഗോപാലും VD സതീശനും ഇവിടെ തീർക്കുന്നുവെന്നേ ഉള്ളൂ. കാരണം KC വേണുഗോപാലും VD സതീശനും ഒക്കെ ഹൈക്കമാൻഡിന്റെ പ്രീതി വേണം, എങ്കിലേ കേരളത്തിലെടുത്ത മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി സ്വപ്നം കണ്ടിരിക്കുന്ന KC വേണുഗോപാൽ, അതുപോലെ ആഭ്യന്തരമന്ത്രി കസേര സ്വപ്നം കണ്ടിരിക്കുന്ന VD സതീശൻ, ഇവർക്കൊക്കെ തരൂര് കേരളത്തിൽ ശക്തി ആർജിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ വെല്ലുവിളിയായിരിക്കും. കാരണം തരൂരിനെ പോലെ മിടുക്കനായ ഒരാൾ കോൺഗ്രസിൽ നേതാവ് കേരളത്തിലുള്ളപ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാതെ KC വേണുഗോപാലും VD സതീശനും ഒക്കെ മുഖ്യമന്ത്രിയാകേണ്ട ആവശ്യമുണ്ടോ എന്നെങ്ങാനും ഹൈക്കമാൻഡ് ചോദിച്ചു പോയാലോ? അതുകൊണ്ട് തരൂരിനെ അകറ്റി നിർത്തുക. അപ്പൊ തരൂര് പറയുന്നത് സിമ്പിൾ സംഭവമാണ്, സിമ്പിൾ വാചകങ്ങൾ. അദ്ദേഹം പറയുന്നു, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് വിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണ്, കോൺഗ്രസ്സുകാരനാണ്, ഞാനത് ആ പാർട്ടി വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. പക്ഷേ ഈ നേതാക്കൾക്ക് എന്നോട് എന്തോ ഒരു പ്രശ്നമുണ്ട്, അവരാരും എന്നെ വിളിക്കുന്നില്ല. ഇന്ന് ഞാനത് പറയുന്നില്ല. കാരണം EP ജയരാജൻ പണ്ട് പൊട്ടിച്ച ബോംബുണ്ടല്ലോ, ഏത് ആത്മകഥാ ബോംബൊക്കെ പോലെ, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊല്ലാപ്പാകും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഇലക്ഷനൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കൃത്യം കാര്യങ്ങൾ പറഞ്ഞുകൊള്ളാമെന്നാണ് തരൂര് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും തരൂരിനെ പിച്ചു ചീന്താൻ വന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ആകെ നാറി, അടപടലം നാറി വീട്ടിൽ പോയി എന്നാണ് കേൾക്കുന്നത്. ഏതായാലും തരൂര് പറഞ്ഞത് വാസ്തവമാണ്. തരൂരിനെ ആരും നിലമ്പൂരിലേക്ക് ക്ഷണിച്ചിട്ടില്ല, ഒരു പഞ്ചായത്തിലും പ്രസംഗിക്കാൻ വിളിച്ചിട്ടുമില്ല. ലോകരാഷ്ട്രങ്ങളിൽ പോയി പ്രസംഗിക്കാൻ രാജ്യം അദ്ദേഹത്തെ നിയോഗിച്ചു, അത് രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് ഞാനത് ചെയ്തതെന്ന് തരൂർ പറയുകയും ചെയ്യുന്നു. അപ്പോഴും തരൂരിനെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക്, പ്രത്യേകിച്ച് KC വേണുഗോപാലിനും VD സതീശാദികൾക്കും തരൂരെന്ന് കേട്ടാലേ ഒരുമാതിരി ചൊറിച്ചിലാണ്.